ബഹിരാകാശ നിലയ ക്രൂ എക്സ്ചേഞ്ച്, അറ്റകുറ്റപ്പണി, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ നിർണായക ജോലികൾക്ക് ഈ സാങ്കേതിക വിദ്യകൾ വേണം. അതുപോലെ ഗ്രഹാന്തര പര്യവേഷണം, ആകാശഗോളങ്ങളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരണം ഉൾപ്പെടെയുള്ളതിലേക്കും ഇത് അനിവാര്യമാണ്. 2 വർഷമാണ് ഉപഗ്രഹങ്ങളുടെ കാലാവധി. മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ CIA ഈ പ്രസ്താവനകൾ പാടെ നിഷേധിക്കുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അവർ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. ഇതോടെ വീണ്ടും കോവിഡുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ആഴം വർദ്ധിക്കുകയാണ്. കോവിഡ് വൈറസ് ഒരു ചൈനീസ് ലാബിൽ നിന്നും ചോർന്നതാകാമെന്ന് CIA വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മാറ്റത്തിന്റെ പിന്നിൽ മറ്റൊരു ദുരൂഹതകളും ഇല്ലെന്നും മാസങ്ങളോളം തങ്ങൾ അന്വേഷിച്ചതിന് ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ പുതിയ വെളിപ്പെടുത്തലെന്നും അധികൃതർ പറഞ്ഞു. റിപ്പോർട്ടിംഗ് ബോഡിയെ അടിസ്ഥാനമാക്കി വ്യക്തമായ തെളിവുകളിലൂടെയാണ് ഇപ്പോൾ കോവിഡ് മഹാമാരി ഒരു ലാബിൽ നിന്നും പൊട്ടിയതാകാമെന്ന് CIA വിശ്വസിക്കുന്നത്. അതേസമയം ബൈഡന് പകരം ട്രംപ് വന്നപ്പോൾ CIAയുടെ മനസ്സ് മാറിയതെന്നും ഇതിൽ ഏറെ ശ്രദ്ധേയമാണ്. ആദ്യം മുതലേ ചൈനയിലെ കണക്കുകളെ സംശയത്തോടെയാണ് നിരീക്ഷിച്ചിരുന്നത്. CIAയോടും മറ്റ് ഏജൻസികളോടും ചൈനയിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചൈന കണക്കുകൾ കുറച്ച് കാണിക്കുന്നതായാണ് CIA നിഗമനമെന്നാണ് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഔദ്യോഗിക കണക്കുകളേക്കാൾ ഇരട്ടിയായിരിക്കാം വുഹാനിലെ മരണസംഖ്യയെന്ന് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു. കോവിഡ് കണക്കുകൾ സർക്കാർ കുറച്ച് കാണിക്കുന്നതിന് പുറമെ പരിശോധനകളിലെ കുറവ്, മാനദണ്ഡങ്ങളിലെ വ്യത്യാസം, ലക്ഷണങ്ങൾ പ്രകടമല്ലാത്ത അണുബാധ കേസുകളിൽ 4-ൽ ഒരാൾക്ക് ഇപ്രകാരം ഉണ്ടായേക്കാം തുടങ്ങി വിവിധ ഘടകങ്ങൾ കാരണം ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ എവിടെയുമില്ല. ചൈനീസ് സർക്കാരിന് തന്നെ വൈറസിന്റെ വ്യാപ്തി എത്രയാണെന്ന് അറിയില്ലെന്നും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ പോലെ അവരും ഇക്കാര്യത്തിൽ അജ്ഞരാണെന്നുമാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ നിഗമനം. എന്തായാലും കോവിഡ് സംബന്ധിച്ച വിവാദങ്ങൾ വീണ്ടും CIA തുറന്നു കാട്ടുമ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുമോ എന്ന കാര്യത്തിലും അധികൃതർ സംശയം പ്രകടിപ്പിക്കുന്നു. കാരണം ട്രംപ് ചൈന അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നതിലും ഒരു ആരോപണം നിലനിൽക്കുന്നു.